ഫസ്റ്റ് റാങ്ക്, റാങ്ക് ഹോൾഡർ, സെക്കൻഡ് റാങ്ക് എന്തിനാണ് ഈ റാങ്കിങ് സിസ്റ്റത്തിന്റെ പർപ്പസ് എന്താണ്? ഞാൻ ഈ 10th പഠിക്കുമ്പോണ്ടല്ലോ, ഞാനൊരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. ഈ ആവറേജ് എന്ന് പറയുമ്പോൾ പഠിക്കാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, ബട്ട് പഠിക്കാനല്ലായിരുന്നു ഇൻട്രസ്റ്റ്. ആ ഒരു സമയത്ത് നമ്മുടെ ഒരു ഗേൾഹുഡ് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, വിത്ത് ഫ്രണ്ട്സ്, ഫൺ, അങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു. അതായിരുന്നു കൂടുതൽ ലോകം. അപ്പൊ നമ്മുടെയൊക്കെ ക്ലാസ്സിൽ കാണുമല്ലോ, എല്ലാ കോമളിത്തരത്തിനും എല്ലാ അലമ്പിനും കൂടെ നിന്നിട്ട് ക്ലാസ് ടോപ്പർ ആവുന്ന ഒരാള്. അപ്പൊ പി ടി എ മീറ്റിംഗ് ഒക്കെ വരുമ്പോഴത്തേക്കും എന്റെയൊക്കെ ഏറ്റവും ഒരു ഹൊറർ പീരീഡ് അതാണ്. കാരണം പി ടി എ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരാഴ്ചത്തേക്ക് എന്റെ പേരൻസ് ഒക്കെ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആണ്. എന്റെയൊക്കെ പേരൻസ് മെയിൻ ആയിട്ട് പറയുന്ന ഒരു ഡയലോഗാണ്, ഈ ടോപ്പായ വ്യക്തിയെ നിന്നെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ തന്നെയല്ലേ, ഒരേ കാര്യം തന്നെയല്ലേ പഠിപ്പിക്കുന്നത്, ഒരേ ടൈം തന്നെയല്ലേ പഠിപ്പിക്കുന്നത്, പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര ജസ്റ്റ് പാസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര മാർക്ക് കുറവ്. ഈ ഒരു ഡയലോഗ് നമ്മുടെയൊക്കെ ജനറേഷനിലുള്ളവർ സ്ഥിരമായി കേൾക്കുന്ന ഒരു ഡയലോഗ് ആയിരിക്കും. അപ്പൊ ഞാനൊക്കെ മെയിൻ ആയിട്ടും എക്സാമിന്റെ തലേദിവസമാണ് ഈ സ്ട്രെസ് എന്നുള്ള ഒരു കാര്യം ഞാനൊക്കെ അനുഭവിക്കാറ്. എക്സാം തലേദിവസം ഇരുന്ന് കഷ്ടപ്പെട്ട് ഉറക്കം അണച്ചിരുന്ന് പഠിക്കുക. അങ്ങനെ 10th സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്, +2 വരെ ഒന്ന് കഷ്ടപ്പെട്ട് പഠിച്ചാൽ പോരെ, അത് കഴിഞ്ഞിട്ട് കഷ്ടപ്പെടണോ എന്ന്. അപ്പോൾ ഐ വാസ് തിങ്കിങ്, ഓക്കെ, +2 വരെ കഷ്ടപ്പെട്ടാൽ മതി, അത് കഴിയുമ്പോൾ കഷ്ടപ്പെടണ്ട എന്നോർത്ത് ഞാൻ +1 +2 നന്നായിട്ട് പഠിച്ചു. +2 നല്ല മാർക്കോടെ ഞാൻ പാസ്സായി. അങ്ങനെ നഴ്സിംഗ് ചൂസ് ചെയ്തു. അങ്ങനെ നഴ്സിംഗിന് വന്നു ചെന്നതോ ഒടുക്കത്തെ കോമ്പറ്റീഷനുള്ള പിള്ളേരുടെ ഇടയ്ക്ക്. തൊട്ടടുത്ത ബെഞ്ച് മേറ്റിന് ഒരു മാർക്ക് കൂടുതലുണ്ടെങ്കിൽ ആ ഒരു മാർക്ക്, അല്ലെങ്കിൽ ഫസ്റ്റ് റാങ്ക് എന്നുള്ളത് സെക്കൻഡ് റാങ്കിലേക്ക് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതോർത്ത് കറിയുന്ന പിള്ളേരുടെ ഒരു കൂട്ടം പിള്ളേരുടെ ഇടയ്ക്കാണ് ഞാനൊക്കെ ചെന്ന് പെട്ടത്. അപ്പൊ ഗ്രാജുവലി നമ്മൾ ഈ ഒരു കോമ്പറ്റീഷൻ മൈൻഡിലേക്ക് എത്തും. അപ്പൊ നഴ്സിംഗിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, നഴ്സിംഗിന് റാങ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ യൂണിവേഴ്സിറ്റി പ്ലേസ്മെന്റ് ഒക്കെ ചെന്ന് നമ്മൾ വല്ല അബ്രോഡൊക്കെ നമുക്ക് ജോലി കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വല്ല നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഒക്കെ പൊസിഷൻ കിട്ടുമായിരിക്കും. അതായിരുന്നു എന്റെ ഒരു മൈൻഡ് സെറ്റ്. എന്നാൽ പോലും നഴ്സിംഗ് റാങ്ക് വാങ്ങണം എന്നൊരു എയിം എന്റെ മൈൻഡിലേക്കേ പോയിട്ടില്ല. എങ്ങനെയെങ്കിലും 70 ഒരു 35 അത് മതി പാസ്സാവാനായിട്ട്, ഒരു .5 പോലും വേണമെന്നില്ല. അപ്പൊ ഐ വാസ് വണ്ടറിങ്, ഈ നഴ്സിംഗിന് റാങ്ക് വാങ്ങുന്നവരൊക്കെ ഇവരൊക്കെ എങ്ങനെയായിരുന്നു പഠിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മുടെ ഈ ഒരു റാങ്കിങ് സിസ്റ്റം ഒക്കെ, ഈ ഫസ്റ്റ് റാങ്ക്, റാങ്ക് ഹോൾഡർ, സെക്കൻഡ് റാങ്ക്, എന്തിനാണ് ഈ റാങ്കിങ് സിസ്റ്റത്തിന്റെ പർപ്പസ് എന്താണ്? കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും സ്കോളർഷിപ്പ് കിട്ടുവാണെങ്കിൽ ഒക്കെ അത് മനസ്സിലാക്കാം. റാങ്ക് വാങ്ങുന്നവരെ ഒരിക്കലും ഡിമോട്ടിവേറ്റ് ചെയ്യല്ല. നിങ്ങൾ റാങ്ക് വാങ്ങുവാണെങ്കിൽ അതൊരു നല്ല അച്ചീവ്മെന്റ് ആണ്. പക്ഷെ നിങ്ങൾക്ക് റാങ്ക് കിട്ടിയില്ല എന്നോർത്ത് നിങ്ങൾ സ്വയം താഴുകയല്ല. ഓൾവേസ് ഫോക്കസ് ഓൺ യുവർ കരിയർ. നമ്മൾ എപ്പോഴും എന്താകണം, ഒരു 5 years കഴിയുമ്പോൾ ഞാൻ ഇന്ന ഒരു പ്രൊഫഷനിൽ എത്തണം, ഇന്നടുത്ത് സെറ്റിൽ ആവണം എന്ന് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ സെറ്റ് ചെയ്യുക. ഫോക്കസ് ഓൺ യുവർ കരിയർ, നോട്ട് ജസ്റ്റ് ഫോർ ക്ലാസ് റൂം റാങ്കിങ്. എന്നാലും എന്റെ ഈ ഒരു ഡൗട്ട് അങ്ങോട്ട് മാറുന്നില്ല. ക്ലാസ്സിൽ ടോപ്പർ ആവുക അല്ലെങ്കിൽ റാങ്ക് വാങ്ങുക എന്നുള്ളതിന്റെ ആ ഒരു സംഭവം എനിക്ക് മനസ്സിലാത്തതുകൊണ്ട് ഞാൻ ChatGPTയോട് ചോദിച്ചപ്പോൾ ChatGPT എന്നോട് പറയുക, ബെനിഫിറ്റ്സ് ഓഫ് റാങ്കിങ് പൊസിഷൻ എന്ന് വെച്ചാൽ അക്കാഡമിക് റെക്കഗ്നീഷൻ, യൂണിവേഴ്സിറ്റി ആൻഡ് കോളേജ് അഡ്മിഷൻ, കരിയർ ഓപ്പർച്യൂണിറ്റീസ്, സ്കിൽ ഡെവലപ്മെന്റ്, ലീഡർഷിപ്പ് ആൻഡ് നെറ്റ്വർക്ക് ഓപ്പർച്യൂണിറ്റീസ്. ബട്ട് വാട്ട് റാങ്ക് ഡസന്റ് guarantee is success in life and career, strong communication skill and creativity, emotional intelligence or practical experience, happiness or personal fulfillment. ഈ പറയുന്ന സാധനങ്ങളൊന്നും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ആ ക്ലാസ് ടോപ്പറെ ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ടാഗ് ചെയ്യൂ.